ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ ഫൈനലി കുറേ കാലത്തെ ലീക്സിനും റെൻഡേഴ്സിനും റൂമേഴ്സിനും ഒക്കെ ശേഷം ടാറ്റ അവരുടെ പുതിയ സിയറ SUV ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും വിത്ത് പ്രൈസാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ വിത്ത് പ്രൈസ് എന്ന് പറയുമ്പം അതിലൊരു ക്യാച്ച് ഉണ്ട്. ടിപ്പിക്കൽ മഹീന്ദ്ര സ്റ്റൈലിലാണ് ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. ചിലവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഏതായാലും നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ഒരു ഓവർവ്യൂ നോക്കാം. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് എഞ്ചിൻ ഓപ്ഷൻസ്, പിന്നെ വണ്ടിയുടെ സൈസ് ആയിക്കോട്ടെ, പിന്നെ ഇതിൻ്റെ പവർ ടൺ ഓപ്ഷൻസ്, വേരിയൻസ്, ഫീച്ചേഴ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം ഡിസൈൻ ഇപ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ നമുക്ക് കണക്റ്റഡ് DRLs കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു 17 mm ലെങ്ത് വരുന്ന ഹെഡ് ലാമ്പ്സിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലതാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് 19 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. വേറെ ഒരു വണ്ടിയിലും 19 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ORVMs കിട്ടുന്നുണ്ട്. ആൻഡ് ഈവൻ ഡയമെൻഷൻസിൻ്റെ കേസ്, ഇതിന് ഡയമെൻഷൻസ് ആക്ച്വലി ഫിരിച്ചർ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വീൽ ബേസ് നമുക്കറിയാം 2700 mm മുകളിലാണ്, 2.7 മീറ്റേഴ്സിനടുത്ത്. അതും ഓക്കെ. പിന്നെ ഇതിൻ്റെ ക്യാബിൻ സ്പേസ്, എല്ലാ സാധനങ്ങളും പറഞ്ഞു. പക്ഷേ ലെങ്ത്തും വിട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവർ കമ്പയർ ചെയ്യുന്നത് 4.2 to 4.4 മീറ്റേഴ്സ് ലെങ്ത്തുള്ള വണ്ടികളുമായിട്ടാണ്. അതുകൊണ്ട് ഐ എം അസ്യൂമിങ് 4.4 മീറ്റേഴ്സിന് കുറച്ച് മുകളിലായിട്ടായിരിക്കും ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ടാവുക എന്നുള്ളത്. കാരണം അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ്. ഒരു ടിപ്പിക്കൽ ബോക്സ് പോലിരിക്കുന്ന ഡിസൈനാണ്. ആൻഡ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ഡിസൈനാണ് എന്നും വേണമെങ്കിൽ പറയാം. സാധാരണ എല്ലാ വണ്ടികളും ഭയങ്കര ക്രോസ് ഓവറിഷ് ഡിസൈനിലാണ് വരുന്നത്. ഇതങ്ങനെയല്ല. പിന്നെ ബാക്കിലാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കണക്റ്റഡ് ടൈൽ ലാംപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ കിട്ടുന്ന സെയിം LED സെറ്റപ്പും ബാക്കിൽ കിട്ടുന്ന സെയിം LED സെറ്റപ്പും നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ ഓൾ 4 ഡിസ്ക് ബ്രേക്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടും അവർ ബേസ് മോഡൽ മുതൽ കൊടുക്കുന്നുണ്ട്. ഈവൻ ESP അതൊക്കെ പിന്നെ നോർമലാണ്. ഇപ്പം അതൊക്കെ നമുക്കറിയാം. സോ അതൊക്കെയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. റിയർ നമുക്കറിയാം ഭയങ്കര ബോക്സ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇലക്ട്രോണിക് പവർ ടെയിൽ ഗേറ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഡിക്കി തുറന്നു കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു ചെറിയ ലൈറ്റ് ഉണ്ട്. അതായത് ബൂട്ട് ലൈറ്റ് അല്ല, നമ്മുടെ ഇൻഡിക്കേറ്ററും ബാക്കിലത്തെ ലൈറ്റും ഒക്കെ വരുന്നത്. എനിവേ ബൂട്ട് സ്പേസ് ആണെങ്കിലും 622 ലിറ്റേഴ്സാണ് ഈ വാഹനത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. സോ അത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. നോർമലി 500 ലിറ്റേഴ്സിനടുത്തൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിലുള്ള വണ്ടികൾ മാക്സിമം സ്പേസ് പോകാറ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇനി ബാക്കിലത്തെ സീറ്റ് നിങ്ങൾ രണ്ടെണ്ണം ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 1200 ലിറ്റേഴ്സിന് മുകളിലും ഇതിനകത്ത് ബാക്കിലത്തെ അതായത് നമ്മുടെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി പോകും. സോ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും അവർ വരുത്തിയിട്ടില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ള സെയിം സംഭവം തന്നെയാണ്. പക്ഷേ അന്ന് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഡാഷ്ബോർഡ് ലേഔട്ട് നിങ്ങൾക്ക് കാണാം. അത് ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു പുതിയ രീതിയിലുള്ള ലേഔട്ടാണ്. നമ്മൾ ബാക്കി ടാറ്റയുടെ വണ്ടികളിൽ കണ്ടുവരുന്ന സെയിം പാറ്റേൺ ഒന്നും ഒരു ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ സ്ക്രീനും സാധനങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻ്റെ വേരിയൻ്റ് എടുക്കണം കേട്ടോ. 7 വേരിയൻസ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിൽ മാത്രമേ ട്രിപ്പിൾ സ്ക്രീൻ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും നമുക്ക് ട്വിൻ സ്ക്രീൻ ലേഔട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ എല്ലാവരും ഒറ്റ ലൈനിൽ തന്നെയാണ് പോകുന്നത് ട്വിൻ സ്ക്രീൻ ആണെങ്കിലും. ഇനി സൈസിലേക്ക് വരികയാണെങ്കിൽ 12.3 ഇഞ്ചസിൻ്റെ സ്ക്രീൻ, അതായത് നമ്മുടെ പാസഞ്ചർ ഡിസ്പ്ലേയും അതുപോലെ സെൻട്രൽ ഡിസ്പ്ലേയും വരുന്നത് 12.3 ഇഞ്ചാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് 10.25 ഇഞ്ചാണ്. സെയിം പഴയ ആ ഒരു ഡിസ്പ്ലേ തന്നെ. ആൻഡ് പാസഞ്ചർ ഡിസ്പ്ലേ ആണെങ്കിലും ആക്ച്വലി നടുവിലത്തെ ഡിസ്പ്ലേ തന്നെ അവരങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് സെയിം ഡിസ്പ്ലേ തന്നെ കൊടുത്തതേ ഉള്ളൂ. എല്ലാം HD ഡിസ്പ്ലേ ആണ്. അതായത് 720p റെസൊല്യൂഷനിലാണ് വരുന്നത്. പിന്നെ LTPS ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീൽ നമുക്കറിയാം ഇതിനകത്ത് 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമ്മൾ ഹാരിയറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. നടുവിൽ ടാറ്റയുടെ ഇലുമിനേറ്റഡ് ലോഗോ ഒക്കെ ഉള്ള ആ ഒരു സെയിം സാധനം തന്നെ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. മൾട്ടിപ്പിൾ ട്രാക്ഷൻ മോഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡ്യുവൽ സോൺ ഓട്ടോ AC അവൈലബിൾ ആണ്. ഹെഡ്സപ്പ് ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അത് ടാറ്റയുടെ ഒരു കാറ്റഗറി, അതായത് ടാറ്റയുടെ വണ്ടികളിൽ തന്നെ ആദ്യമായിട്ടാണ് അവർ ഹെഡപ്പ് ഡിസ്പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് ഒരു നല്ല സംഭവമാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ മാരുതിക്ക് കൊടുക്കുന്ന പോലെ മറ്റേ എക്സ്ട്രാ സ്ക്രീൻ വെച്ചിട്ടുള്ള ഡിസ്പ്ലേ അല്ല. ഇതിപ്പോൾ മഹീന്ദ്രയുടെ EVയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല ക്രിസ്പായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് HUDയുടെ കാര്യത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പാർ ഡിസ്പ്ലേ എന്നാണ് ടാറ്റ അതിനെ വിളിക്കുന്നത്. ഇനി സീറ്റ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ്സിൽ എക്സ്റ്റൻഡഡ് ടൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് ഡ്രൈവറിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. 6 വേ ഇലക്ട്രിക് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ പാസഞ്ചർ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മെമ്മറി ഫംഗ്ഷൻ ഇല്ല. ഡ്രൈവർ സീറ്റിൽ നമുക്ക് 3 മെമ്മറി ഫംഗ്ഷൻ്റെ ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട്. സോ കംഫർട്ടിൻ്റെ കാര്യത്തിലും സീറ്റ്സിൻ്റെ കാര്യത്തിലും ഫ്രണ്ടിൽ അവർ അത്യാവശ്യം നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. ബൈ ദ വേ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും അവർ ഇതിൻ്റെ അകത്ത് ബേസ് മോഡൽ മുതൽ കൊടുക്കുന്ന ഒരു ഫീച്ചറാണ്. പൊതുവേ നമ്മൾ അത് മിഡിൽ വേരിയൻ്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡിലൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ ബേസ് മോഡൽ മുതൽ EPB, അതായത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് പാനലും സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. ഫ്രണ്ടിലത്തെ സീറ്റ്സിൽ രണ്ടിലും നമുക്ക് വെന്റിലേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. ബാക്കിൽ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ അത് വേണമെങ്കിൽ കൊടുക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് താഴത്തെ ഫ്ലോറിലെങ്കിലും ഇപ്പോൾ സിറോസിലൊക്കെ വെന്റിലേഷൻ കൊടുത്ത പോലെ വേണമെങ്കിൽ ചെയ്യാവുന്നൊരു സംഭവമായിരുന്നു. പിന്നെ എഗെയിൻ ബേസ് മോഡൽ മുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നൊരു സാധനമാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട്. അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് ആയിക്കോട്ടെ, നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൺട്രോൾസ് ആയിക്കോട്ടെ,
എല്ലാ സാധനങ്ങളും ഒരു മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ വിസ്റ്റയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പവർ വിൻഡോസ് ഒന്നും അല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് ഹാരിയറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ഈ വണ്ടിയിൽ അതിലും വ്യത്യാസമുണ്ട്. നല്ല ഗ്ലോസി ബ്ലാക്ക് പ്രീമിയം ടച്ചൊക്കെ ഉള്ള ഒരു ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലാണെങ്കിലും നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കിട്ടുന്നുണ്ട്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്, നടുവിൽ ആംറസ്റ്റ് ഉണ്ട്. പിന്നെ ടാറ്റ പറയുന്ന അനുസരിച്ച് ഈ വണ്ടിയിലാണ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഫുഡ് സ്പേസും ക്യാബിൻ സ്പേസും എല്ലാം കിട്ടുന്നത്. അതുപോലെ ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും തമ്മിലുള്ള സീറ്റ്സിൻ്റെ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിലും അതും ഈ വണ്ടിയിൽ വളരെ കൂടുതലാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ അധികം നോട്ടീസബിളായിട്ട് തോന്നാത്തത് സീറ്റിൻ്റെ ബേസിന് അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ടർ സപ്പോർട്ട് അത്യാവശ്യം കിട്ടും. പക്ഷെ അതുകൊണ്ട് സ്പേസ് അധികം കാണുമ്പോൾ തോന്നില്ല, പക്ഷേ ആക്ച്വലി അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ പാനോറാമിക് സൺറൂഫാണ് ടാറ്റ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിലേ നല്ല അവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാനോറാമിക് സൺറൂഫ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അതുകൊണ്ട്. പിന്നെ ലെവൽ 2+ അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റമാണ് അതിനകത്ത് കിട്ടുന്നത്. 20 ഫീച്ചേഴ്സിനടുത്ത് നമുക്ക് അതിൻ്റെ അകത്തും കിട്ടുന്നുണ്ട്. അതും ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴത്ത് വരുന്നത്, അതായത് ഈവൻ സെക്കൻഡ് ടോപ്പ് എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ലെവൽ 2 ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം കിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് 13 ഫീച്ചേഴ്സാണ് അവർ പറയുന്നത്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, 360 ഡിഗ്രി ക്യാമറ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിൽ തന്നെ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടും കൂടെ കിട്ടുന്ന രീതിയിൽ, അതായത് നമ്മുടെ എ പില്ലറിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ സെൻസർ കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ അഗൈൻ അതും അത്യാവശ്യം നല്ലൊരു പരിപാടിയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ ഡിസൈനൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയെന്നറിയില്ല, ഏകദേശം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇത്രയൊക്കെയാണ് പുതിയതായിട്ട് ഇതിനകത്തുള്ളത്. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നതിൻ്റെ എൻജിൻ സ്പെക്സിനെ പറ്റി അറിയാനായിരുന്നു. നമുക്ക് എന്തായാലും ഇപ്പോൾ അത് 3 എൻജിൻ ഓപ്ഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഒന്ന് വരുന്നത് 1.5 NA പെട്രോൾ എഞ്ചിനാണ്, അതാണ് ഇതിൻ്റെ ബേസ് എഞ്ചിൻ. പക്ഷേ അത് കുറച്ച് അണ്ടർവെൽമിംഗ് ആണ് സ്പെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ. കാരണം ജസ്റ്റ് 106 bhp 145 Nm ടോർക്കൊക്കെ ഉള്ളൂ. ഇതിന് മുന്നേ വന്ന റൂമേഴ്സ് വെച്ച് 120 bhp പവർ ഉണ്ടാവും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇല്ല, ഈ സെഗ്മെൻറ്റിൽ നോർമലി 115 bhp ഒക്കെയാണ് ക്രെറ്റയിലും സെൽറ്റോസിലൊക്കെ വരുന്നത്. ഗ്രാൻഡ് വിറ്റാറിലും ഹൈറൈഡിലൊക്കെയാണ് നമുക്ക് ഈ ഒരു 103 104 bhp അടുത്ത് കിട്ടുന്നത്. ഇത് 106 എന്ന് പറയുമ്പം കുറച്ച് ബേസിക് ആണ്. പവർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് NA എഞ്ചിനിൽ കാണേണ്ടി വരും. 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും ആണ് നമുക്ക് 1.5 NA പെട്രോൾ കിട്ടുന്നത്. ഇനി പിന്നെ വരുന്ന ഈ സെയിം എഞ്ചിൻ തന്നെ ടർബോ പെട്രോൾ, അതായത് TGDI മോഡലാണ്. ഗ്യാസ്ലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് അവർ പറയുന്ന. അവർ ഒരുപാട് കാലം ഉണ്ടാക്കിയിരിക്കുന്ന എഞ്ചിനാണെന്ന് തന്നെയാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 160 PS പവറും അതുപോലെ 255 Nm ടോർക്കുമാണ് കിട്ടുന്നത്. പവർ ഫിഗേഴ്സ് അഗൈൻ ഇവർ 2023 കാണിച്ച സമയത്ത് 170 bhp 280 Nm ടോർക്കുമായിരുന്നു. അതൊരിത്തിരി കുറച്ചിട്ടുണ്ട്. ചിലപ്പം ആ ഒരു പവർ ഫിഗേഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു റീമാപ്പുമായിട്ട് നമുക്ക് ഹാരിയറിലും സഫാരിലും കിട്ടുമായിരിക്കും. കാരണം ആദ്യം അവർ ഇതിനു വേണ്ടിയല്ല, അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് 2023 ആ ഒരു എഞ്ചിൻ കാണിച്ചിരുന്നത്. ഈ എഞ്ചിൻ പക്ഷേ നമുക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക്, അതായത് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. മാനുവൽ അവൈലബിൾ അല്ല. വേണമെങ്കിൽ 6 സ്പീഡ് മാനുവൽ കൊടുക്കാമായിരുന്നു. കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ അതുപോട്ടെ. ഇനി നമുക്ക് അടുത്തത് 1.5 ടർബോ ഡീസലാണ്. ഇത് നമുക്ക് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. ഈ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ വരുന്നെല്ലാം എയ്സിൻ സോസ്റ്റി ഗിയർ ബോക്സ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ജാപ്പനീസ് കമ്പനി സുസുക്കിയും ടൊയോട്ടയും ടൊയോട്ട അല്ല, ഹൈറൈഡിലൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു ഗിയർ ബോക്സ് ആണിത്. ഇനി അതല്ലാതെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 118 bhp അതുപോലെ 260 Nm ടോർക്ക് മാനുവലും 280 Nm ടോർക്ക് ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്. ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് വേരിയൻസിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണാം. നമുക്ക് 1.5 NA പെട്രോൾ ഒട്ടുമിക്ക എല്ലാ വേരിയൻസിലും കിട്ടുന്നുണ്ട്, ബേസ് മോഡൽ മുതൽ അങ്ങ് ടോപ്പ് മോഡൽ വരെ. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സെക്കൻഡ് ബേസായ പ്യുവർ എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ്. 7 വേരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്മാർട്ട് പ്ലസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പ്യുവർ ഉണ്ട്, പ്യുവർ പ്ലസ് ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, അഡ്വഞ്ചർ പ്ലസ് ഉണ്ട്, പിന്നെ ലാസ്റ്റായിട്ട് അക്കംപ്ലിഷ്ഡ് ഉണ്ട്, അക്കംപ്ലിഷ്ഡ് പ്ലസ് ഉണ്ട്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് നമുക്ക് 1.5 NAയിൽ കിട്ടുന്നത് 3 വേരിയൻസിലാണ് മെയിനായിട്ട്. പിന്നെ 1.5 NA എഞ്ചിൻ അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്നതിൻ്റെ ടോപ്പ് എൻഡിൽ അവൈലബിൾ അല്ല, അതിൻ്റെ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. ഇനി ഡീസൽ നോക്കുകയാണെങ്കിൽ അതും നമുക്ക് ബേസ് മോഡൽ മുതൽ ടോപ്പ് മോഡൽ വരെ അത് അക്കംപ്ലിഷ്ഡ് പ്ലസ്സിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡിൽ 1.5 NA മാത്രമേ ഇല്ലാത്തുള്ളൂ. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വേരിയൻസിൽ കിട്ടുന്നുണ്ട്. ടോട്ടൽ 5 വേരിയൻസ് ഇൻക്ലൂഡിങ് ടോപ്പ് വേരിയൻറ്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. സോ അഗൈൻ അത് നല്ലൊരു കാര്യമാണ്. ഇനി അടുത്ത് 1.5 ടർബോ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതാകെ ടോപ്പ് എൻ്റെ 3 വേരിയൻസ്, അതായത് അഡ്വഞ്ചർ പ്ലസ്, അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻസിൽ മാത്രമാണ് നമുക്ക് അത് കിട്ടുന്നത്. അത് വേണമെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ നാരോ ഡൗൺ ചെയ്ത് അഡ്വഞ്ചർ മോഡലൊക്കെ കൊടുക്കാമായിരുന്നു. പക്ഷേ ചിലപ്പോൾ അധികം ആൾക്കാർ വാങ്ങില്ല എന്നുള്ളത് വെച്ചിട്ടായിരിക്കും. അഗൈൻ 6 സ്പീഡ് ഓട്ടോമാറ്റിക് മാത്രമാണ് ഇതിനകത്തും കാണിച്ചിരിക്കുന്നത്. സോ മാനുവൽ ഇല്ല.
ഇനി ഇതിൻ്റെ വേരിയൻസിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ബേസ് മോഡലിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സിനകത്ത് കിട്ടുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് തോന്നിയത് പ്യുവർ വേരിയൻറ്റ് വളരെ വാല്യൂ ഫോർ മണി ആണെന്നാണ്. കാരണം നമുക്ക് അതിനകത്ത് 15 ഇൻഫർടൈം സിസ്റ്റം ഉണ്ട്. ബേസ് മോഡലിൽ അതില്ല. പിന്നെ 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബാക്കി ഒട്ടുമിക്ക ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പ്യുവറിലും പ്യുവർ പ്ലസിലായിട്ട്. പ്യുവർ പ്ലസ് എടുക്കുകയാണെങ്കിൽ പാനോറാമിക് സൺറൂഫും ഡ്യുവൽ സോൺ എസിയും അങ്ങനത്തെ ഈവൻ 17 ഇഞ്ച് അലോയ്സ് എല്ലാ കാര്യങ്ങളും വരും. ടോപ്പിലാണ് 19 ഇഞ്ച് അലോയ് വീൽസ് ഒക്കെ കിട്ടുന്നത്. ബൈ ദ വേ ഇതിനകത്ത് 12 സ്പീക്കർ JBLൻ്റെ ഓഡിയോ സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട്. അതും ഈ സെഗ്മെൻറ്റിലെ ബെസ്റ്റാണ് എന്ന് നമുക്ക് പറയാം. അതിൽ തന്നെ 18 ഓഡിയോ മോഡ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാറ്റയുടെ കേസ് അറിയാലോ, ഓഡിയോ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഈവൻ ടിയാഗോ എടുത്താൽ പോലും അത്യാവശ്യം നല്ല സിസ്റ്റമാണ് അവർ കൊടുക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവരുമായിട്ടുള്ള കൊളാബറേഷനും പിന്നെ ഡോൾബി അറ്റ്മോസ് സിസ്റ്റം ഒക്കെ വെച്ച് വരുമ്പോഴേക്കും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇതൊക്കെയാണ് വേരിയൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം. ഇതിൻ്റെ വേരിയൻസിൻ്റെ ലൈനപ്പ് അത്യാവശ്യം സിമ്പിളാണെന്ന് പറയാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് S മൈനസ് അത് ഇതൊന്നും കൊടുത്തിട്ടില്ല. പ്ലസും പിന്നെ നോർമൽ വേരിയൻറ്റ്, അങ്ങനെ ബേസിക് ആയിട്ട് 4 പേരുകൾ മാത്രമേ ഉള്ളൂ. സ്മാർട്ട്, പ്യുവർ, അഡ്വഞ്ചർ, അക്കംപ്ലിഷ്ഡ്, ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു പ്ലസ് ആഡ് ചെയ്തിട്ടുള്ള ബാക്കി വേരിയൻസ് ആണ് ഇറക്കിയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഈ വണ്ടിയുടെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആകെപ്പാട് ഇപ്പോൾ ബേസ് മോഡലിൻ്റെ അതായത് സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റെ പ്രൈസ് മാത്രമേ അറിയുള്ളൂ. അത് ഇൻട്രൊഡക്ടറി പ്രൈസാണ്. 11.49 ലാക്സിലാണ് ഈ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11.5 എന്ന് പറയുമ്പോൾ ടെക്നിക്കലി 11.5 ആണ്. സോ ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം ഒരു 14 ലക്ഷം രൂപയ്ക്ക് താഴത്തൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അത് അത്യാവശ്യം ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. കാരണം ബേസ് മോഡൽ മ്യൂസിക് സിസ്റ്റം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സാധനങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. ഈവൻ ഇനിയിപ്പോൾ പ്യുവർ എന്ന് പറഞ്ഞ വേരിയൻ്റ് അതായത് സെക്കൻഡ് ബേസ് ഒരു മേ ബി 13.5 ലക്ഷം രൂപയിൽ വന്നാൽ പോലും അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സോ പ്രൈസിൻ്റെ കാര്യത്തിൽ ടാറ്റ എന്തായാലും കംപ്ലീറ്റ്ലി കയ്യിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് December 16-നും ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് January 15-നും ആയിരിക്കും. സോ അടുത്ത വർഷം ഡെലിവറി എല്ലാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. ബാക്കി പ്രൈസ് എല്ലാം വഴിയേ വരും. ടിപ്പിക്കൽ മഹീന്ദ്ര സ്റ്റൈൽ പിടിച്ച് ബേസ് മോഡലിൻ്റെ പ്രൈസാണ് ഇച്ചിരി ഓളം ഉണ്ടാക്കാൻ നോക്കിയതാണ്. ബേസ് മോഡലിൻ്റെ പ്രൈസും ഉറപ്പായിട്ടും കൂടും. ബാക്കി വേരിയൻസിൻ്റെ പ്രൈസും മിക്കവാറും വരുമ്പോഴേക്കും പതുക്കെ കൂടുമായിരിക്കും. ആദ്യം കുറച്ച് പേർക്ക് വല്ലതായിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ് കിട്ടുന്നത്. പിന്നെ എന്തായാലും അവർക്ക് ഈ പ്രൈസിൽ വണ്ടി വിൽക്കാൻ പറ്റില്ല. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് goodbye.